സാധാരണ വയറിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു സ്കാനിങ് ചെയ്യുന്ന സമയത്ത് അൾട്രാസോണോഗ്രാം സ്കാനിങ് അല്ലെങ്കിൽ നമ്മുടെ USG സ്കാനിങ് ചെയ്യുന്ന സമയത്ത് മറ്റ് എന്തെങ്കിലും സംശയാസ്പദമായ സാഹചര്യത്തിൽ ഡോക്ടർമാർ USG സ്കാനിങ് എഴുതുമ്പോൾ ലിവറിൻ്റെ ഭാഗത്ത് ഹെമാൻജിയോമ എന്ന് പറഞ്ഞ കണ്ടീഷൻ സാധാരണയായി കണ്ടുവരാറുണ്ട്. സാധാരണയായല്ല, റയറായിട്ട് കാണാറുണ്ട്. അത് വലിയ അസുഖത്തിൻ്റെ ഒന്നും ലക്ഷണമല്ല, പക്ഷേ ആ പേരിൽ നിന്ന് ചിലപ്പോൾ ഹെമാൻജിയോമ എന്നുള്ള പേര് കാണുമ്പോൾ ചിലപ്പോൾ എന്തോ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള സംതിങ് ആണോ എന്ന് തെറ്റിദ്ധരിച്ച് ഭയക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ഹെമാൻജിയോമ എന്ന് പറഞ്ഞാൽ സാധാരണയായി എങ്ങനെയാണ് കണ്ടുവരുന്നത് എന്ന് വെച്ചാൽ, നമ്മളുടെ ഗർഭസ്ഥ ശിശു ആയിരിക്കുന്ന സമയത്ത് ലിവറിനകത്ത് പലതരത്തിലുള്ള രക്തക്കുഴലുകളുണ്ട്. അത് ഒരു രണ്ട് രക്തക്കുഴലുകൾ, പ്രധാനപ്പെട്ട രക്തക്കുഴലുകൾ ഒരുമിച്ചൊന്ന് പിണഞ്ഞ് ഒരു ബോൾ രൂപത്തിലായിട്ട് ഇരിക്കുന്നു. അങ്ങനെയുള്ള ഘടനയോടുകൂടി ആ കുട്ടി ജനിക്കുന്നു. അതിന് സാധാരണയായിട്ട് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഒരു അസുഖത്തിൻ്റെ ഭാഗമല്ല. മറ്റെന്തെങ്കിലും അസുഖങ്ങളാണോ എന്ന് മറ്റെന്തെങ്കിലും കിഡ്നി സ്റ്റോണോ ഗാൾ ബ്ലാഡർ സ്റ്റോണോ അല്ലെങ്കിൽ യൂട്രസിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിലോ പ്രഗ്നൻസി സ്റ്റേറ്റിലോ ഒക്കെ ആണ് നമ്മൾ സാധാരണയായിട്ട് സ്കാനിങ് അപ്പൻഡിക്സിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫാറ്റി ലിവറിൻ്റെ തന്നെ മറ്റ് പ്രശ്നങ്ങളോ കിഡ്നി സംബന്ധമായ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ടാണ് നമ്മൾ സാധാരണയായി USG സ്കാനിങ് ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ ഹെമാൻജിയോമ കാണുന്നത്. ഹെമാൻജിയോമ കാണുന്നത് എന്തൊക്കെ ചെറിയ കാര്യങ്ങൾ അവർ സ്കാൻ ചെയ്യുമ്പോൾ കണ്ടാലും അത് റിപ്പോർട്ടിൽ എഴുതി വരുന്നു. അപ്പോൾ ആ പേര് കണ്ട് ആരും ഭയക്കേണ്ട. അതൊരു അസുഖമല്ല. ചിലപ്പോൾ ജന്മനാലേ തന്നെ ഉണ്ടാകുന്നതാണ്. അതൊരു പ്രായം കഴിയുമ്പോൾ തന്നെ മാറുന്നു. അല്ലെങ്കിൽ ചില സാഹചര്യത്തിൽ ജനിച്ചു കഴിഞ്ഞു പോലും അതുണ്ടാകാറുണ്ട്. അതും ഒരു കാലഘട്ടം കഴിയുമ്പോൾ അതങ്ങ് മാറുന്നു. അത് ഇരുന്നത് കൊണ്ട് ഫർദർ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ആ ഹെമാൻജിയോമ എന്നുള്ള പേര് കേൾക്കുമ്പോൾ എന്തോ ഒരു ബോൾ പോലത്തെ സാധനമോ ഒരു ഗ്രോത്തോ എന്തൊക്കെ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, അത് വളരെ സിമ്പിളായിട്ട് ലഘുവായിട്ട് കാണുക. അതിന് ഹെമാൻജിയോമ ഒരു വലിയ ഭയക്കാനുള്ള അസുഖങ്ങളൊന്നുമല്ല. ഓക്കെ, അതിന് പ്രത്യേകിച്ച് ഒരു ലക്ഷണങ്ങളുമില്ല. മറ്റ് അസുഖങ്ങൾക്ക് വേണ്ടി നോക്കുമ്പോൾ ഇത് കൂട്ടത്തിൽ കണ്ടുപോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.